വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് നല്ല വയറുവേദന വന്നു. ഉടനെ തന്നെ ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ കുട്ടി 3 മാസം ഗർഭിണിയാണെന്ന്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മാതാപിതാക്കൾ ആ പെൺകുട്ടിയോട് ചോദ്യം ചെയ്തു. അപ്പോൾ ആ പെൺകുട്ടി ഒരാളുടെ പേര് പറഞ്ഞു, അടുത്ത് തന്നെയുള്ള ഒരാളുടെ പേര് പറഞ്ഞു. അങ്ങനെ ഇവർ പോയി കേസ് കൊടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത്. പിന്നീടുണ്ടായ ചില സംഭവബഹുലമായ സംഭവങ്ങളൊക്കെ ഉണ്ടായി അവരുടെ ജീവിതത്തിൽ. അതേക്കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 9ാം ക്ലാസ്സുകാരിയാണ് കഥയിലെ നായിക. 14 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ ഈ പെൺകുട്ടിക്ക്. ഇത് വളരെ ചർച്ചാ വിഷയമായ ഒരു സംഭവമൊക്കെ ആയിരുന്നു. ഈ പെൺകുട്ടിയാണെങ്കിൽ വീട്ടിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ പെണ്ണിനൊരു നല്ല വയറുവേദന ഈ കുട്ടിക്ക്. അങ്ങനെ മാതാപിതാക്കൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ പെണ്ണ് 3 മാസം ഗർഭിണിയാണ് എന്ന് ഈ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഈ മാതാപിതാക്കൾ ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇല്ല, എൻ്റെ കുട്ടി ചെറുതല്ലേ, അവൾ 9ാം ക്ലാസ്സിലായിട്ടുള്ളൂ, 14 വയസ്സേ ആയിട്ടുള്ളൂ, ഒരിക്കലും നിങ്ങൾ പറഞ്ഞ കളവായിരിക്കാം എന്ന്. അപ്പോൾ ഈ ഡോക്ടർ ഇവരോട് മാതാപിതാക്കളോട് പറയണം, ഞാൻ കളവ് പറഞ്ഞിട്ട് എനിക്ക് എന്ത് നേടാനാണ്, ഇത് സത്യമാണ്, ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു. 3 മാസം പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ആകെപ്പാട് ടെൻഷനായിപ്പോയി. പെട്ടെന്ന് ഈ പെണ്ണിനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്തു. അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ വീട്ടുകാർ ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി അവർക്ക് അറിയാവുന്ന ഒരു ചെറുക്കൻ്റെ പേരാണ് പറഞ്ഞത്. 24 വയസ്സുള്ള ഒരു പയ്യൻ്റെ പേരാണ് പറഞ്ഞത്. അങ്ങനെ ഈ പെണ്ണാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇവൻ കാണാറുണ്ടായിരുന്നു. ഇവൻ വല്ലതും ഒക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക്. അപ്പം ഇവരാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ഇവനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് 98 ദിവസം ഇവൻ ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തിറങ്ങി. ഇവനിക്കാണെങ്കിൽ ആ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഇവൻ്റെ ഈ അറസ്റ്റും ഈ ഒരു പെൺകുട്ടിയുടെ മൊഴിയും ഒക്കെ വന്നത്. അങ്ങനെ ആ കല്യാണമൊക്കെ അവനിക്കങ്ങ് പോയി. അങ്ങനെ ഇവൻ ആണെങ്കിൽ 98 ദിവസം ജയിലിൽ കിടന്നിട്ട് തിരിച്ചിറങ്ങി വന്നു. അപ്പോഴാണ് ഇവൻ പറയുന്നത്, എനിക്ക് ഇതിനകത്ത് നല്ല ഡൗട്ടുണ്ട്, നമുക്കൊന്ന് DNA ടെസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഇവൻ DNA ടെസ്റ്റിനുള്ള അനുമതി കിട്ടി. അങ്ങനെ DNA ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവനല്ല അതിനുള്ള ഉത്തരവാദി എന്ന് DNA ടെസ്റ്റിൽ തെളിഞ്ഞു. അപ്പോൾ ഇവനിക്കാണെങ്കിൽ ഇവൻ്റെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന കല്യാണം പോയി. പിന്നെ നാട്ടുകാർക്കിടയിൽ മാനക്കേടായി, വീട്ടുകാർക്കിടയിൽ കൂട്ടുകാർക്കിടയിൽ ഇവനിക്ക് ആകെപ്പാട് മാനം കെട്ടൊരവസ്ഥയായി. ഇവൻ്റെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ പോലും ഒരു പീഡന കേസ്, ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് ജയിലിൽ പോയതാണെന്നുള്ളൊരു എന്തായാലും പുറമേ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഡിപ്രഷനൊക്കെ ആയി ഈ ചെറുക്കനിക്ക്. അങ്ങനെ ഈ പെൺകുട്ടിയെ വീണ്ടും ചോദ്യം ചെയ്തു. അപ്പോൾ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യൽ ഈ പെണ്ണ് പറഞ്ഞത് പിതാവിൻ്റെ സഹോദരൻ്റെ മകനെയാണ് രണ്ടാമത് ഈ പെണ്ണ് പറഞ്ഞത്. അങ്ങനെ അവനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് അവനാണെങ്കിൽ ജയിലിൽ കിടന്നിട്ട് കൂട്ടുകാരുടെയും വക്കീലിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി ഈ പെൺകുട്ടിയെ DNA ടെസ്റ്റിന് വിധേയമാക്കണമെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവളെ DNA ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് തെളിഞ്ഞത് ഇവനുമല്ല അതിന് ഉത്തരവാദി, മറ്റാരോ ആണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ചെറുപ്പക്കാരെയാണ് ഇവള് കബളിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും രണ്ടുപേരുടെ ജീവിതം വെച്ചാണ് ഇവർ കളിച്ചിരിക്കുന്നത്. അവർക്കുണ്ടായ മാനഹാനി, അവരുടെ അവർക്കുണ്ടാകുന്ന ഡിപ്രഷൻ, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെയായിട്ട് അവരാകെപ്പാട് തകർന്നു പോയി. എന്നാൽ 2 പേരും നിരപരാധിയാണ്. ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഈ പല പല നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ചില നിയമങ്ങളാണ്. അതൊക്കെ ചിലർ ദുരുപയോഗം ചെയ്യുക. അതൊക്കെ നല്ലത് തന്നെ. സ്ത്രീകൾക്ക് അനുകൂലമായി, സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നല്ലത് തന്നെ. പക്ഷെ സ്ത്രീകൾക്കാണ് നിയമം എപ്പോഴും കൂട്ടു നിൽക്കുന്നത് എന്ന് കരുതിയിട്ട് ചിലരൊക്കെ ഇത് ദുരുപയോഗം ചെയ്യാറുമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ കൊണ്ടും തീരുന്നില്ല. ആ 2 ചെറുപ്പക്കാരുടെ ലൈഫും ഇങ്ങനെ വെള്ളത്തിലായി. എങ്കിലും ഇതിന് യഥാർത്ഥമായിട്ടുള്ളൊരു ഉത്തരവാദി ഉണ്ടല്ലോ, അതാരെന്നുള്ള ചിന്തയായി വീട്ടുകാർക്ക്, മാതാപിതാക്കൾക്ക്. അങ്ങനെ വീണ്ടും ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചോദ്യം ചെയ്യൽ ഈ പെൺകുട്ടി പറഞ്ഞ് പിതാവിൻ്റെ സുഹൃത്തിനെയാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. ശരിക്കും ഇവർ ഞെട്ടിപ്പോയി. ഈ മാതാപിതാക്കൾ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള ഒരു സുഹൃത്താണത്.
ഈ പെൺകുട്ടി ഈ പറഞ്ഞത്. അപ്പോൾ ഈ വീട്ടുകാർക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത അത്ര ബന്ധമുള്ള ഒരു സുഹൃത്താണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കുറ്റങ്ങൾ, ഇത്തരം തെറ്റുകളൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്വന്തത്തിലോ ബന്ധത്തിലോ അല്ലെ പരിചയത്തിലോ സുഹൃത്തുക്കളോ അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇത്തരം ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ മുതിരുന്നത്. നമ്മളുടെ വീട്ടിൽ ആരൊക്കെ വരണം വരണ്ട എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ആരൊക്കെ വരണം വരണ്ട എന്നൊക്കെ ഉള്ളത് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ആരൊക്കെ വന്നാലും ശരി, നിന്നാലും ശരി, എവിടെയൊക്കെ വരണം, എവിടെയൊക്കെ കയറണ്ട എന്നുള്ളത് നമ്മളൊരു അതിർവരമ്പ് വെക്കേണ്ടത് തന്നെയാണ്. എത്ര സുഹൃത്തുക്കളായാലും ശരി, നമുക്കൊരു പ്രൈവസി നമുക്കത് കീപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. ഈ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ വളരെ ജാഗ്രത പുലർത്തി ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കണം. ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ച് വീട്ടിൽ കയറ്റരുത്. എത്ര ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ ഒന്ന് ബോധവാന്മാരാകുക, ജാഗ്രത പുലർത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.